പക്കേല, ഇന്നത്തെ ദിവസം വളരെ ബോറടിക്കുന്നു അല്ലേ? അതെ, നിന്റെ കൂടെ ഇരിക്കുമ്പോ എനിക്ക് ബോറടിക്കുന്നു. നിന്റെ മുഖം നീ കണ്ടിട്ടുണ്ടോ? ദാ നോക്ക്, ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ നിന്റെ മുഖം കാണാറുണ്ടോ? കാതൽ വെക്കുന്ന പഞ്ഞി പോലെ ഉണ്ടാവും. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊക്കെ സുഖാണോ? ഒരു മിനിറ്റ് നിൽക്കൂ, ഞാനിതാ എത്തി. ഞാനിപ്പോൾ വരാം. ആക്ച്വലി നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഓ യെസ്, എന്താ കേൾക്കണമെന്ന് വെച്ചാ കേട്ടോളൂ മാഡം. ഈ പാർക്ക് മുഴുവനും ചുറ്റിക്കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഏരിയയിലെ നമ്പർ 1 ഗൈഡ് ഞാനാണ്, ടക്കേല രാജു ഗൈഡ്. അവൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കണ്ട. ഈ പാർക്ക് ചുറ്റി കാണിക്കാൻ ഞാനാണ് നല്ല ഗൈഡ്, പക്കേല ഗാജു ഗൈഡ്. കഴിക്കാൻ അണ്ടിപ്പരിപ്പ് തരട്ടെ മാഡം? ഇത് നോക്കൂ മാഡം, ഞാൻ പറയുന്നത് കേക്കൂ. ഇവൻ നിങ്ങളെ പറ്റിക്കാൻ നോക്കാണ്. ഞാനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് മാഡം. ഇവനെ വിശ്വസിച്ച് പോണ്ട, ഇവൻ കെന്റിൽ തള്ളിവിടും. മാഡം, നിങ്ങൾ എന്റെ കൂടെ വരൂ. എനിക്ക് രണ്ടാളുടെ കൂടെയും വരേണ്ട ആവശ്യമില്ല. എന്താ നിങ്ങൾ സംസാരിക്കുന്നൊന്നും എനിക്ക് കേൾക്കുന്നില്ലല്ലോ. അതും നല്ലതിനാ, നാളെ കാണാം. മടിയന്മാരെ, ഇത് നിങ്ങളുടെ ബോസ് തന്നെയാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കാൻ വേണ്ടി മാത്രം വന്നതാ. ഈ അസുഖമാണെന്നും പറയുന്ന ടക്കേലയും പക്കേലയും ശരിക്കും അസുഖമുള്ളവരാണോ അല്ലയോ എന്ന്. ശരിക്കും ഞങ്ങൾക്ക് പനിക്കുന്നുണ്ട് ബോസ്. ബോസ്, എനിക്ക് എന്റെ കണ്ണിലേക്ക് നോക്കൂ. എന്റെ ടെമ്പറേച്ചർ നോക്കൂ, കൂടുതലായിക്കൊണ്ടേയിരിക്കുന്നു. ബോസ്, എന്റെ തലയിൽ പപ്പടം കാച്ച അത്രയ്ക്ക് ചൂടുണ്ട്. ഇത് കണ്ടില്ല ബോസ്, ഇത് കത്തിപ്പോന്നാ തോന്നുന്നത്. നന്നായി പനിക്കുന്നുണ്ട്. ഞാൻ എല്ലാം കണ്ടു കഴിഞ്ഞു. രണ്ടുപേർക്കുമുള്ള ശിക്ഷയാണ് ഭൂതലോകത്തെ മുഴുവൻ വൃത്തിയാക്കുക എന്നത്. ഒരു തരി പൊടി കൂടി ഇനിമേൽ ഇവിടെ കാണാൻ പാടില്ല. Two cool avatars, amazing boosters, and unlimited thrill. Are you ready for this ride full of adventure? Honey Bunny ka Jetpack, brand new game, only on Google Play Store. Download now. ഇവിടുന്ന് അങ്ങനത്തെ ഒരു പുക വരുന്നത് സാർ? കുട്ടികളൊക്കെ ക്ലാസ്സിനകത്തുണ്ട്, അവരുടെ ശരീരത്തിന് അസുഖം പിടിക്കുമല്ലോ. ഇതിനു വേണ്ടി നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്തിരിക്കണം. ഇങ്ങോട്ട് നോക്ക് മാഷേ, ഇപ്പൊ ഞങ്ങളുടെ ജോലിയൊക്കെ വളരെ സ്ലോ ആയിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ ഈ ഫാക്ടറി മൂടാന്ന് വെച്ചിരിക്കുക. എന്ത് കഴിക്കണം, എന്ത് ഒഴിവാക്കണം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാന്ന് കരുതിയോ? സ്കൂളിന്റെ അടുത്ത് ഇത്തരം ഒരു ഫാക്ടറി നിങ്ങൾ ഒരിക്കലും പണിയാൻ പാടില്ലായിരുന്നു. സാറേ, ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ എന്റെ ഫാക്ടറി വളരെ മോശത്തില റണ്ണായിക്കൊണ്ടിരിക്കുന്നതെന്ന്. എന്ന് വെച്ച് ചെലവൊക്കെ ചെയ്ത് ഞാൻ എന്റെ ഫാക്ടറി മാറ്റാനൊന്നും പോകുന്നില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ സമയം പാഴാക്കാതെ സാർ ഇവിടുന്ന് പോയേ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മര്യാദയ്ക്ക് പോകുന്നു, അല്ല യുവമാരെ കൊണ്ട് ഞാൻ പുറത്താക്കണോ? എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ഭൂലോകത്ത് ഇത്രയും പാപികളുണ്ടോ? ബോസ്, ഞാനും കേട്ടിട്ടുണ്ട് അവിടെ മോശമായ ആൾക്കാരുണ്ടെന്ന്. പാവത്തില് ചെറിയ പാവം വലിയ പാവം ഉണ്ടോ ബോസ്? ബോസ്, ഉള്ളതിലെ ആ സേറ്റിന്റെ പാവാണ് വളരെ കൂടുതൽ. പക്ഷേ ഫാക്ടറിയിലെ കാര്യങ്ങൾ വഷളാവെന്ന് അവൻ തന്നെ പറഞ്ഞതല്ലേ. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാ ബോസ്? ബോസ്, അവൻ ചെയ്യുന്ന പാപങ്ങളെല്ലാം നമുക്ക് തടുത്തേ മതിയാകൂ. പിന്നെ ബ്രേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ പോകേണ്ടി വരും. കം കം കം, വരൂ പാപത്തെ ദൂരീകരിക്കാം. ഞാൻ കണ്ടു, നിങ്ങൾ കുറച്ച് സ്ഥലം മാത്രമേ വൃത്തിയാക്കിയുള്ളൂ. ഞാൻ ചെയ്തോളാം ബോസ്, അതെല്ലാം ഞാൻ ചെയ്തോളാം. ആഹാ, ഞാൻ എത്ര വേഗത്തിലാ പോകുന്നെന്ന് കണ്ടോ? ഇത് നോക്കൂ ബോസ്, ഞാൻ അവിടെ വൃത്തിയാക്കുകയായിരുന്നു. പക്ഷെ അവനാണ് അവിടെ വെറുതെ നിന്നിരുന്നത്. തിരിച്ചുപോയി എല്ലാ ജോലിയും പക്കേല തന്നെ ചെയ്യണം. ബോസ്, എനിക്ക് ഇത്രയും വലിയ ശിക്ഷ തന്നോ ബോസ്? ബോസ് ഒരു പ്രാവശ്യം പറഞ്ഞ അത് 100 പ്രാവശ്യം പറഞ്ഞതുപോലെയാണ്. ഓ, അങ്ങനെയോ?
ഇതെന്താ ഈ പാവകളെ ഇങ്ങോട്ടാരാ എടുത്തോണ്ട് വന്നത്? ഇതൊന്നും ആരോട് വെച്ചതല്ല, ഞങ്ങളാണ് ഇങ്ങോട്ട് വന്നത്. നിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുക. ആരാ നിങ്ങളൊക്കെ? നിങ്ങൾ കള്ളന്മാരാണോ? ഇങ്ങോട്ട് മോഷ്ടിക്കാൻ വന്നതാണോ? നോക്കിയേ, ഞാൻ ഭയങ്കര ബലവാനാണ് കേട്ടോ. പക്ഷെ ഇന്ന് എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാ ഭയങ്കര ക്ഷീണം. ഇപ്പോൾ മനസ്സിലായി നിന്റെ അടുത്ത് എന്ത് ബലം ഉള്ളത്. ആ ബലമൊക്കെ എത്ര ചെറുതാണെന്ന് ഇപ്പൊ മനസ്സിലാക്കിക്കോ. ഞങ്ങള് കള്ളന്മാരല്ല, ഭൂതങ്ങളാണ്. ഭൂതങ്ങളോ? എനിക്ക് പേടിയാവുന്നല്ലോ. എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുവരൂ. എനിക്ക് എന്റെ തല പൊട്ടുന്ന പോലെ ഉണ്ടല്ലോ. Two cool avatars. Amazing boosters. An unlimited thrill. Are you ready for this ride full of adventure? Honey Bunny got Jetpack. Brand new game. Only on Google Play Store. Download now. ഞാൻ എങ്ങനെ എന്റെ ഫാക്ടറിയിലേക്ക് എത്തിയത്? എന്റെ ഈ ഇടി കൊണ്ട്. ആരാ നിങ്ങള്? ഭൂതം ബോസ്. ഞാനാണ് ടക്കേല. ഞാനാണ് പക്കേല. എന്തിനാ ഈ ഭൂതങ്ങൾ എന്നെ പിന്തുടർന്ന് വരുന്നത്? നിങ്ങളൊക്കെ എങ്ങനെയാ ഈ സ്ഥലത്തേക്ക് എത്തിയത്? ഞങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട് ചട്ടിമേൽ. എന്തായത്? നിങ്ങളൊക്കെ എന്തായി കാണിക്കൂട്ടുന്നത്? എന്തിനാ ഒക്കെ നശിപ്പിക്കുന്നത്? ഇപ്പോൾ ഫാക്ടറിയെ നശിപ്പിച്ചിട്ടുള്ളൂ. ഇനി നിന്റെ ടേണാണ്. വേണ്ട വേണ്ട, ദയവ് ചെയ്ത് എന്നെ വിട്ടേക്കൂ. എന്നെ ഒന്നും ചെയ്യല്ലേ. എന്റെ ഈശ്വര, ഈ ഭൂതം എന്റെ ജീവനും കൊണ്ടേ പോകുന്ന തോന്നുന്നു. എനിക്ക് ഇത്രയും ബലം ഉണ്ടായിട്ടും എനിക്ക് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇതാ പിടിച്ചോളൂ, ഒരുപാട് ക്ഷീണിച്ചതല്ലേ, ഈ ഇളനീരങ്ങോട്ട് കുടിച്ചോളൂ. ഇതെന്താ ഇളനീരോ അല്ല അഴുക്ക് ചാലിലെ വെള്ളോ? ഓടയിലെ വെള്ളം തന്നെയാ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കുറച്ച് കഴിച്ചിട്ട് പോകും സാർ. സാറ് വളരെ ടയർഡാ തോന്നുന്നു. കുറച്ച് മധുരം കഴിക്കൂ. ഇതെന്തുവാ, ചീഞ്ഞു പോയ ഭക്ഷണമാണോ? അതെ, സാറ് പറഞ്ഞത് വളരെ ശരിയാ. ഭാഗ്യം, ഇവിടെയൊന്നും ആ ഭൂതങ്ങളെ കാണുന്നില്ല. ഇവിടെയൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. രക്ഷപ്പെട്ടു. ആരാ പറഞ്ഞു ഭൂതമില്ലെന്ന്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഒന്ന് നിർത്തോ. ഈ പുക കാരണം എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. ഒന്ന് നിർത്താവോ? അങ്ങനെയാണോ? നിനക്ക് ശ്വാസിക്കാൻ കഴിയുന്നില്ലേ? നീ ഫാക്ടറിയിൽ കൂടെ നീ പുകയും നീയും കടത്തിവിടുന്നില്ലേ? അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? Two cool avatars. Amazing boosters. An unlimited thrill. Are you ready for this ride full of adventure?
Tani Bunny Ka Jetpack. Brand new game. Only on Google Play Store. Download now. നിയമവിരുദ്ധമായി നീ ഈ സ്കൂളിനടുത്ത് ഫാക്ടറി നടത്തി വരികയാണല്ലേ? ആ കുട്ടികളുടെ ജീവനെ കുറിച്ച് നീ ആലോചിച്ചോ? അവരുടെ ജീവൻ അത്രയ്ക്ക് വിലയില്ലാതായി നിനക്കല്ലേ? കുട്ടികളുടെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യുന്നത് നിന്നെ പോലെ പാവികളാണ്. അയ്യോ, അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഞാൻ ഒരു സമയത്ത് നല്ലവനായിരുന്നു, ഇപ്പോഴാ ഇങ്ങനെയൊക്കെ മാറിയത്. ഒന്ന് നിർത്താവോ? എന്നെ ഈ പുകയിൽ നിന്നൊന്ന് രക്ഷിക്കൂ. ഒന്ന് നിർത്തൂ, എനിക്ക് വയ്യേ. നിന്റെ ഈ മന്ദഗതിയിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറി പൂട്ടാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിനക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ ഇന്നും വ്യക്തമാക്കണോ? ഇല്ല ഇല്ല, വേണ്ട. എനിക്ക് നല്ലോണം മനസ്സിലായി. എനിക്ക് വളരെ നല്ലോണം മനസ്സിലായി. അപ്പൊ നീ സ്കൂളിനടുത്തുള്ള ഈ ഫാക്ടറി എന്ത് ചെയ്യാൻ പോകുന്നു? ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കൂ. എന്റെ ഫാക്ടറി ഞാൻ അവിടുന്ന് മാറ്റിക്കോളാം. ഞാൻ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി വെച്ചോളാം. കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ നോക്കിക്കോളാം. അതിനുശേഷം നിന്റെ ഫാക്ടറിയുടെ അടുത്ത് കുറഞ്ഞ പക്ഷം 1000 മരങ്ങളെങ്കിലും വെച്ചുപിടിപ്പിക്കണം. നീ അങ്ങനെ ഒരിക്കലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും. അപ്പോ ഇതിലും വലിയ ക്ലാസ് ആയിരിക്കും ഞങ്ങൾ എടുക്കുക. വേണ്ട വേണ്ട വേണ്ട, ഒക്കെ എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല. നിങ്ങൾ വേണേ നോക്കിക്കോ. നാളെ തൊട്ട് ഈ ഫാക്ടറി ഞാൻ മൂടിയിരിക്കും. പിള്ളേരുടെ ഭാവിയാണ് എനിക്ക് പ്രധാനം. ഇത്രയും ദിവസം എനിക്ക് ഒരു വിവരമില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോയി തരുമോ? ഇനി കൊണ്ടുവരല്ലേ? വെരി ഗുഡ്. സബാഷ് ചണ്ടിമാൽ. ഇപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. പക്കേടാ, ഇപ്പൊ നമ്മുടെ ജോലി കഴിഞ്ഞിരിക്കുന്നു. ഭൂതലോകത്തിൽ പോയിട്ട് ബാക്കി ജോലി നീയാണ് ചെയ്യേണ്ടത്. എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തിനാ ചെയ്യണേ? എന്താ പറഞ്ഞത്? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെയ്യാം. ചേട്ടാ, ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോ ചേട്ടന്റെ കുമ്പ വയറ് ഇടയ്ക്ക് കയറി വന്നു. നിന്റെ പാവയാണ് എന്റെ വയറിന് നേരെ വന്നത്. ഡിങ്ക ചേട്ടന്റെ വയറ് നേരെ ആര് വന്നാലും ശരി, അവർക്ക് എന്താ സംഭവിക്കാന്നറിയോ? ചേട്ടൻ എന്താ ചെയ്യാ? പറയൂ. അതാരായാലും അവന്മാരെ ഞങ്ങൾ തല്ലി പൊട്ടിച്ചു കളയും. ഞാനാണ് ടിങ്ക. ഞാനാണ് ചിക്ക. ടിങ്കാക്ക ചിക്ക ചിക്ക ടിങ്കാക്ക ചിക്ക. ഞങ്ങളാണ് നോട്ടി ബോയ്സ്, പൊട്ടിക്കല്ല ടോയ്സ്. ഞങ്ങളെ കണ്ടാൽ പേടിക്കും ബോയ്സ്, ഞങ്ങളുടെ അടുത്ത് വെച്ചേക്കല്ല ഗൈസ്. ടിങ്കാക്ക ചിക്ക ചിക്ക ടിങ്കാക്ക ചിക്ക. ടിങ്കാക്ക ചിക്ക ചിക്ക ടിങ്കാക്ക ചിക്ക. ഭൂതം ബോസിനെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക എന്നുള്ള ബുക്ക് ഞാൻ ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എന്തൊരു ഐഡിയ. ബോസിന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് അവരുടെ ഫേവറേറ്റ് ആവാം. അതിനുശേഷം പക്കേല. അത്ര തന്നെ. ഈ പക്കേലയെ പറ്റിക്കുന്നതൊന്നും അത്ര എളുപ്പ കാര്യമല്ല ടക്കേല. ഞാൻ ആകാൻ പോവാണ് ബോസിന്റെ ഫേവറേറ്റ്. 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 മെഗൻ ചേട്ടാ, മെഗൻ ചേട്ടാ വേഗം കണ്ണു തുറക്ക്. എന്ത് പറ്റി? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കോട്ടൺ ക്യാൻഡി കൊണ്ടുവന്നുണ്ട്. അതിന് പകരം എനിക്കൊരു ഉപകാരം ചെയ്യുവോ? ആദ്യം നീ ആ കോട്ടൺ ക്യാൻഡി കാണിക്ക്. നല്ല രുചിയുള്ള കോട്ടൺ ക്യാൻഡി കൊണ്ടുവന്നിരിക്കുന്നു. പറയേ, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യണ്ടേ? അത് വേറെ ഒന്നുമില്ല മെഗൻ ചേട്ടാ, നിങ്ങളുടെ ചെവി ഒന്ന് തന്നേ. നിങ്ങൾ രണ്ടാളും നേരാവില്ലേ? ശരി, ഞാൻ എന്തായാലും ചെയ്തേക്കാം. Two cool avatars. Amazing boosters.
and unlimited thrill. Are you ready for this ride full of adventure? Honey Bunny Ka Jetpack. Brand new game. Only on Google Play Store. Download now. മഴ വേണ്ട, മഴ വേണ്ട, എനിക്ക് കുളിക്കുന്നത് ഇഷ്ടമല്ല. പക്കേലോ, എന്റെ സോഫ്റ്റിങ് താ. നിന്റെ അടുത്ത് തരാനാണോ ഞാൻ എടുത്തത്? ഞാനിത് കഴിക്കാൻ പോവുകയാ. പക്കേലോ, പക്കേല, ആ ഐസ്ക്രീം കഴിക്കാതെ കൊടുത്താ. ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. പക്കേല ഈ ടേസ്റ്റ് ഐസ്ക്രീം കഴിച്ച് ഭയങ്കര സന്തോഷത്തിലാ. വളരെയധികം നന്ദിയുണ്ട് ടക്കേല. പക്കേലോ, ഇന്ന് നിന്നെ ഞാൻ വിടാൻ പോകുന്ന പ്രശ്നമില്ല. ആദ്യം ഈ ഐസ്ക്രീമിനെ ഒന്ന് പിടിച്ചു നോക്കട്ടെ. ഇന്ന് ഞാൻ നിന്നെ ചുമ്മാ വിടുന്ന പ്രശ്നമില്ല. നിന്നെ അടിക്കാൻ പോകുന്ന അടിയില് നിന്റെ തോല് ഉരിയാൻ പോവാണ്. നോക്കിക്കോ. ആ ഞാൻ എത്തി. ആ എന്ത് ഭ്രാന്താടാ കാണിക്കുന്നത്? അതെ ടക്കേല, നീ എന്ത് കാര്യം ചെയ്തത്? ബോസിനെ തന്നെ ഇടിക്കുന്നു, ഒരയ്ക്കുന്നു. ഇതൊക്കെ തെറ്റാണ് ടക്കേല. Shut up! തീർച്ചയായും ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും കുസൃതിയായിരിക്കും. ഈയിടെയായി കുറച്ച് നിങ്ങൾക്ക് കൂടുന്നുണ്ട് രണ്ടുപേർക്കും. ഓഹോ, പാപ്പോമീറ്ററിന് അടിക്കാൻ കണ്ട സമയം. നിങ്ങൾ രണ്ടുപേരുടെയും കാര്യം ഞാൻ പിന്നീട് നോക്കാം. വരൂ വരൂ രണ്ടുപേരും. ഞങ്ങളാണ് നോട്ടി ബോയ്സ്, പൊട്ടിക്കും എല്ലാ ടോയ്സും. ഞങ്ങളെ കണ്ടാ പേടിക്കും ബോയ്സ്, ഞങ്ങളോട് വെച്ചേക്കല്ലേ ഗൈസ്. ഈ ഡിങ്കയും ചിക്കയും വികൃതി കുട്ടിയാണെന്നാ തോന്നണേ ബോസ്. അതെ ബോസ്, കുട്ടികളുടെ പാവകൾ പൊട്ടിക്കുന്നതും അവരെങ്ങനെ കരയിക്കുന്നതും വളരെ പാപമാണ് ബോസ്. ആ, ഈ പാപിക്ക് തന്നെയാണ് നമ്മൾ പാഠം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. കം, 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 വരൂ പാപത്തെ ദൂരീകരിക്കാം. ആ ഡിങ്കയും ചിക്കയും ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ അവരെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഞാൻ എന്റെ ഈ ഗെറ്റപ്പ് ആകെ ഒന്ന് മാറ്റണം. ആ ഓ ബോസ്, നിങ്ങൾ കാണാൻ ഒരു സുന്ദരക്കുട്ടപ്പനെ പോലെ ഉണ്ട്. എനിക്കിപ്പോൾ തന്നെ താങ്കൾക്ക് പോയി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ തോന്നുകയാണ്. നിങ്ങൾ ഐസ്ക്രീം കഴിക്കോ ബോസ്? ഷട്ട് അപ്പ്. നിങ്ങൾ രണ്ടുപേരും ഉടനെ എന്റെ കളിപ്പാട്ടമായി മാറുക. തക്കേല, നീ നിഞ്ചയായി മാറുക. പിന്നെ നീ റോബോ ആയി മാറുക. ഓക്കേ ബോസ്. ഇവിടെ എന്റെ നിഞ്ചയും റോബോയും കൂടി കളിക്കുകയാണ്. ഇതാ കളിക്കുന്നു ചക്കരക്കുട്ടന്മാര്. നിങ്ങൾ എത്ര നന്നായിട്ട് കളിക്കുന്നു ബോസ്. ഞാൻ ജീവിതകാലം മുഴുവനും ടോയ് ആയിട്ട് തന്നെ ജീവിക്കണം ബോസ്. ബോസ്, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ടോയ് ആയിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മിണ്ടാതിരിക്കെ. നിങ്ങൾ രണ്ടുപേരും കളിപ്പാട്ടങ്ങളാണിപ്പോ. ഇല്ലെങ്കിൽ രണ്ടിനെയും ഞാനിപ്പോ പൊട്ടിച്ച് കൈ തരും. ഇത് കണ്ടോ ടിങ്ക? കാണുന്നുണ്ട് ചിക്ക. മാർക്കറ്റിൽ പുതിയ കളിപ്പാട്ടങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് നശിപ്പിക്കേണ്ടേ ടിങ്കാക്ക ചിക്ക. എക്സ്ക്യൂസ് മീ, ഇത് എന്റെ കളിപ്പാട്ടങ്ങളാ. ആരെങ്കിലും അവരെ തൊട്ടാൽ അവർക്ക് ഒരുപാട് ദേഷ്യം വരും. അറിയോ നിങ്ങക്ക്? ആണോടോ? എന്നാ പിന്നെ നിന്റെ ടോയ്സിന് ഞാൻ ദേഷ്യം പിടിപ്പിക്കാം. ഇത്രയും ശക്തിയിൽ എറിഞ്ഞിട്ട് പൊട്ടിയില്ലല്ലോ. ഇത് നിങ്ങൾ ചെയ്തത് ശരിയായില്ല.
എന്റെ ടോയ്സിന് ദേഷ്യം വരും. ദേഷ്യം. 2 cool avatars. Amazing boosters. An unlimited thrill. Are you ready for this ride full of adventure? Honey Bunny Ka Jetpack. Brand new game. Only on Google Play Store. Download now. ഇന്ന് നിങ്ങളെ പാവകളാക്കി ഞങ്ങൾ കളിക്കാൻ പോവാണ്. ഇത് നീയാണ് എന്റെ ടോയ്. ഇന്ന് ഞാൻ നിന്നെ വലിച്ചെറിഞ്ഞാണ് പൊട്ടിച്ചാണ് കളിക്കുന്നത്. ഈ പാവ വളരെ ഭംഗിയുണ്ട്. ശബ്ദം വരുന്നുണ്ടല്ലോ. പൊട്ടില്ലാതാ തോന്നുന്നത്. പക്ഷെ ഞങ്ങള് പൊട്ടിപ്പോവും. ഞങ്ങള് പൊട്ടിക്കല്ലേ, പ്ലീസ് ഞങ്ങള് വിടൂ. ശരി, നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാൻ വിടുക. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ ഇത് പൊട്ടില്ലാതെ. ചിക്ക ഓടിക്കോടാ ഇവിടുന്ന് പെട്ടെന്ന്. വിട്ടോ വിട്ടോ. ഓർമ്മയുണ്ടോ നിങ്ങൾ എന്നെ ഓടിച്ചത്? ഞാൻ ആ മക്കി ഡ്രമ്മറിന്റെ ഭൂതമാ. എവിടെ ഓടാൻ നോക്കുന്നു? പകരത്തിന് പകരം ചോദിക്കാതെ വിടില്ല. കണ്ടോ എന്റെ ടോയ്സിനെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന്. തെറ്റ് പറ്റിപ്പോയി. നിന്റെ ടോയ്സിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നിങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്തു. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ആ തെറ്റ് മനസ്സിലാക്കി നിങ്ങൾ നല്ലവരായി മാറണം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആരാ നിങ്ങളൊക്കെ? ഞാനാണ് ബോസ്, ഭൂതം ബോസ്. ഇവരാണ് എന്റെ അസിസ്റ്റന്റ്. ഞങ്ങൾ ഈ ഭൂമിയിൽ വന്നത് നിങ്ങളെ രണ്ടുപേരെയും ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു ബോസ്. ഞങ്ങളോട് ക്ഷമിക്കണം പ്ലീസ്. അതെ, ഇന്ന് മുതൽ ഞങ്ങൾ ഒരു പയ്യന്മാരുടെ ടോയ്സ് പൊട്ടിക്കില്ല. ഇനി ആരെങ്കിലും പൊട്ടിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവർ പൊട്ടിച്ചോളാം. എല്ലാ കുട്ടികൾക്കും പുതിയ ടോയ്സ് വാങ്ങിക്കൊണ്ടുവരുമോ? അതെ ബോസ്, തീർച്ചയായിട്ടും ഞങ്ങൾ മേടിച്ചു കൊടുത്തോളാം. ബിഗ് ബോസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സന്തോഷമുള്ള വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കിതിനു മുമ്പ് തരാൻ പറ്റാത്ത സർപ്രൈസ് ആണ്. ടണ്ടടായ്. ഇതെന്റെ ഫേവറേറ്റ് ഫ്ലേവർ ആണ്. വെരി ഗുഡ് ടക്കേല, വെരി ഗുഡ്. താങ്ക് യു ബോസ്, താങ്ക് യു. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ പേരാണ് നട്ടി, അതുകൊണ്ട് തന്നെ ഞാനൊരു നോട്ടി. ഞാനിപ്പോ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോവാ. അവിടെ നിന്ന് ആ പിള്ളേരെയൊക്കെ ഒന്ന് ഓടിക്കണം. ഓ, ദേ
എന്റെ പേര് നട്ടി, ഞാൻ എപ്പോഴും നോട്ടി. ഓ, ഇന്റർവെൽ ആയെന്നാ തോന്നുന്നത്. പിള്ളേരൊക്കെ കൊണ്ടുവന്ന ഭക്ഷണം എന്തുവാന്ന് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. എന്റെ മുമ്പിൽ വെച്ച് തന്നെ എങ്ങനെയൊക്കെയാ കഴിക്കുന്നതെന്നൊന്ന് നോക്കിയേ. ഞാൻ ഒരിക്കലും ടിഫിൻ കൊണ്ടുവരാറില്ല, പക്ഷേ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും. എങ്ങനെയാന്ന് പറയട്ടെ. എന്റെ പേര് നട്ടി, ഞാൻ ചെയ്യുന്നതൊക്കെ നോട്ടി. ആ നല്ല ശർക്കര പാനീയത്തിൽ കുതിര വെച്ച ജിലേബി കാണാൻ എന്തൊരു രസാണ്. ആ, നല്ലോണം കഴിച്ചോ. ഇന്ന് തൊട്ട് നിനക്ക് ജീവിതത്തിൽ ഇത് കിട്ടാൻ പോകുന്നില്ല. ഇനി ഞാൻ നിന്നെ എന്ത് കാണിക്കുന്നെന്ന് നോക്ക്. ഇത് ഞാൻ എവിടെ വെച്ച് കിട്ടും? ഇത് എവിടെ കിട്ടും? ഇത് ഭൂതലോകത്തിന്റെ പ്രത്യേകതരം ഒരു പക്ഷിയാണ്. ദേഷ്യം പിടിച്ച പക്ഷിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാവിലെ തന്നെ ഈ പക്ഷി ടക്കേലേക്ക് നക്ഷത്രം കാണിക്കാൻ പോന്ന തോന്നണേ. ഹലോ ദേഷ്യം പിടിച്ച പക്ഷി, സുഖമാണോ? പറയൂ, നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് ഇത്രയും ദേഷ്യപ്പെടുന്നത്? ഒന്ന് കൂളാവോ, ഇത്രയും ദേഷ്യം പാടില്ല. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് ലോകത്തിലുള്ളവർ എല്ലാവരും പറയുന്നു. അങ്ങനെ സത്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ഇത്രയും ദേഷ്യം വരുന്നത്? അതിന് കാരണം എന്താണെന്ന് എനിക്ക് അറിയണം. ഭൂതത്തിന് നിങ്ങൾക്ക് പിടിക്കാൻ കഴിയില്ല. ആദ്യം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിക്കോളൂ. Two cool avatars. Amazing boosters. An unlimited thrill. Are you ready for this ride full of adventure? Honey Bunny ka Jetpack. Brand new game. Only on Google Play Store. Download now. എന്താ ഇത്? ആരെങ്ങനെ ഒച്ചയിടുന്നേ? ആരാ ഒച്ച വയ്ക്കുന്നേ? അല്ല, ആരാ എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നേ? ആരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തൂ. ആരുമില്ല അവിടെ, ഒന്ന് നിർത്തൂ. പക്കേല, തീർച്ചയായും ഈ പണിയൊക്കെ ചെയ്യുന്നത് പക്കേല തന്നെയായിരിക്കും. ഞാൻ നിന്നെ ഇന്ന് വിടില്ലോ. ദേഷ്യപ്പെടാതെ പക്ഷി, ഒന്ന് നിർത്ത്. ഒന്ന് നിർത്താനാ പറഞ്ഞ. ഒന്ന് വേഗം പോ, ഒന്ന് വേഗം പോ. കുറച്ചുകൂടെ വേഗത്തിൽ പോ. കുറച്ചുകൂടെ വേഗം, കുറച്ചുകൂടെ വേഗത്തിൽ. ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് തന്നെ ശിക്ഷ കിട്ടോ? ഈ ദേഷ്യം പിടിച്ച പക്ഷി എന്നെ വിടില്ല എന്നാ തോന്നണേ. രക്ഷിക്കണേ, രക്ഷിക്കണേ. ദേഷ്യം പിടിച്ച പക്ഷി, എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ദേഷ്യം പിടിച്ച പക്ഷി, സോറി. നിങ്ങൾ നല്ല ആൾക്കാരാണ്. ഞാൻ നിങ്ങളെ കണ്ട് പേടിച്ചു പോയി. വായോ ടക്കേല, നമുക്ക് പണി വന്നു. ടക്കേല ആൻഡ് പക്കേല റിപ്പോർട്ടിംഗ് ഫോർ ഡ്യൂട്ടി സർ. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തല്ലി വരികയാണോ അതോ ആരുടെയെങ്കിലും നിന്നും അടിവാങ്ങി വരികയാണോ? അത് പിന്നെ ഭൂതം ബോസ്, അത് എന്ത് സംഭവിച്ചു വെച്ചാൽ. ശരി ശരി, വിട്ടേക്കെ. നിങ്ങൾ രണ്ടുപേരുടെയും കാര്യം ഓർത്ത് എനിക്ക് വയ്യാതെ വരുന്നു. വരൂ, നമുക്ക് ജോലി ചെയ്യേണ്ടതുണ്ട്.
എന്റെ പേരാണ് നട്ടി, ഞാൻ ചെയ്യുന്നതൊക്കെ നോട്ടി. ഓ, തേയില. ഞാനിപ്പോ തനിച്ച് ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോവാ. ഞാനൊരിക്കലും ഭക്ഷണം കൊണ്ടുവരാറില്ല, പക്ഷേ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും. എങ്ങനെയാന്ന് പറയട്ടെ. ബല്ലി ഓടിക്കാം. എന്റെ പേര് നട്ടി, പക്ഷേ ഞാൻ ചെയ്യുന്നതൊക്കെ നോട്ടി. ആ നട്ടിയുണ്ടല്ലോ വളരെ വികൃതിയാണ് ഭൂതം ബോസ്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾ രണ്ടും വികൃതികളാണല്ലോ. പക്ഷെ ഇവൻ ചെയ്യുന്ന ഒന്നും വികൃതിയല്ല, മഹാപാപമാണ്. അതിനാൽ നമുക്കിവന് ശരിയായ പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. കം 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 വരൂ പാപത്തെ ദൂരീകരിക്കാം. Two cool avatars. Amazing boosters. An unlimited thrill. Are you ready for this ride full of adventure? Honey Bunny Ka Jetpack. Brand new game. Only on Google Play Store. Download now. മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇതോടെ നമുക്ക് മതിയാക്കാം. നിങ്ങളുടെ പഠിപ്പ് കുറച്ചു നേരത്തിന് നിർത്തി വെച്ചിട്ട് എല്ലാവരും വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് വരൂ. എന്നിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാം. കമോൺ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. വരൂ, എല്ലാവരും വന്ന് ക്യാൻറ്റീൻ എവിടെയാന്ന് പറയൂ. കമോൺ, ക്യാൻറ്റീനിൽ ചെന്ന് കഴിക്കാം. ഇല്ല, ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോവില്ല. അവിടെ പാമ്പുണ്ട്, തേലുണ്ട്. ഞങ്ങളൊക്കെ ക്യാൻറ്റീനിലേക്ക് പോവാറേ ഇല്ല, അറിയോ? ഞങ്ങൾ ഡെസ്കിൽ തന്നെ ആഹാരം കഴിക്കും. ഓ, ഒടുക്കത്തെ വിശപ്പാണല്ലോ. വയറ് കിടന്ന് കരിയുക. പിള്ളേരാരും ക്യാൻറ്റീനിലോട്ട് വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക? അങ്കിൾ അങ്കിൾ അങ്കിൾ, ഞങ്ങൾ ഇവിടെ വെച്ച് കഴിച്ചാൽ അങ്കിളിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, കുഴപ്പമൊന്നും ഇല്ലല്ലോ മോനെ. നിങ്ങൾ അകത്തേക്ക് കയറി ചെന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കും മക്കളെ. ഇത് കാണുമ്പോ തന്നെ നല്ല സ്വാദുണ്ടാവുന്ന തോന്നുന്നത്. ഇത് മുഴുവൻ ഞാനിന്ന് കഴിക്കണം. എന്റെ പേരാണ് നട്ടി, അതുകൊണ്ട് തന്നെ ഞാനൊരു നോട്ടി. വൗ, ഇത് നോക്ക്, പല്ലി. പല്ലി എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതെന്തൊരു ചെറുക്കനാ? പല്ലിയായിട്ടാണോ അവന്റെ കളി? വേറൊരു പയ്യന്റെ കൂടെ ഒന്ന് കളിച്ചു നോക്കാം. എടാ, ഇത് നോക്കിയേ, നമുക്ക് പിടിച്ച തേള്. എന്റെ ഫേവറേറ്റ് തേലാണ്. ഇത് വളരെ നല്ല സ്കൂളാണ്. നീ ആ പല്ലീനെ കൊണ്ട് കളിച്ചോ, ഞാൻ ഈ തേള് കൊണ്ട് കളിക്കാം. ഇതുപോലെയുള്ള ചെറിയ ജീവികളെ കണ്ട ഇവന്മാര് പേടിക്കില്ലെന്നാ തോന്നുന്നത്. ഈ പിള്ളേരെ ഏതെങ്കിലും വലിയ ജീവികളെ കൊണ്ട് പേടിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇവന്മാർക്ക് കൊണ്ടുവരുന്നത് എന്താണെന്നറിയോ? ഇതിനെ കണ്ട് പേടിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പിന്നെ അല്ല ഈ ചെറിയ പിള്ളേര്. ഇവിടെ പാമ്പ് കൂടെ ഉണ്ടല്ലോ. വൗ, എത്ര നല്ല സ്കൂളാണിത്. വായോ, ഇത് വെച്ച് നമുക്ക് സ്കിപ്പിംഗ് കളിക്കാം. സോറി അങ്കിൾ, കയ്യിലിരുന്ന സ്നേക്ക് അങ്കിളുടെ കയ്യിൽ കിട്ടിയത് നന്നായി. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ കളിക്കാൻ പോവുക. എന്റെ കൂടെയോ? ആ, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ പേര് നട്ടി എന്നല്ലേ, പക്ഷെ നിങ്ങൾ വളരെ നോട്ടിയാണ്. നിങ്ങൾക്ക് എങ്ങനെ അറിയൂ ഇതൊക്കെ? ഞങ്ങൾക്ക് എല്ലാം അറിയാം അങ്കിൾ. വേറെ ഒരു കാര്യം കൂടി അറിയാം. അങ്കിളിന് അനിമൽസിനെ വളരെ ഇഷ്ടമാണെന്ന്. ഞങ്ങളുടെ ഫേവറേറ്റ് അനിമൽസ് നിങ്ങളുടെ കൂടെ കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക. ആ, ദോ ചിന്റുവിനെ കണ്ടില്ലേ? ഇത് ചുമ്മാ കള്ളമല്ലേ? അല്ലല്ല അങ്കിൾ, ചിന്റുവിന് ജീവനുണ്ട്. ചിന്റു, അങ്കിളിനോടൊരു ഹായ് പറയൂ. നമ്മുടെ അങ്കിളിന് ചിന്റുവിനെ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. അതിനൊരു പ്രശ്നവുമില്ല. ചിന്റുവിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ, ഈ പിന്റുവിനെ ഇഷ്ടപ്പെടുവല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ചിന്റുവും പിന്റുവും നിങ്ങളോടൊപ്പം കളിക്കും. അങ്കിളിനോട് ഹലോ പറയണം, കളിച്ചോളൂ. അങ്കിൾ എന്തിനാ ഓടുന്നേ? Two cool avatars. Amazing boosters. An unlimited thrill. Are you ready for this ride full of adventure? Honey Bunny Ka Jetpack. Brand new game. Only on Google Play Store. Download now.
തക്കേല പക്കേല, നിങ്ങൾ രണ്ടാളും എന്താ ചെയ്യുന്നത്? മാഡം, നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന് വളരെ നന്നായി. ഈ പിള്ളേര് നല്ല പിള്ളേരല്ല. പാമ്പിനെയും തേളിനെയും കൊണ്ടൊക്കെ ഇവരുടെ കളി. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. ഈ ചിണ്ടുവിനും പിണ്ടുവിനും മനുഷ്യന്മാരുടെ കൂടെ കളിക്കുന്നതേ ഇഷ്ടമല്ല. പക്ഷെ അതിന് എലികളോട് കളിക്കാൻ വലിയ ഇഷ്ടമാ. ആദ്യം ഈ അങ്കിളിനെ എലിയായി മാറ്റ്. നിർത്തൂ, ഞാൻ തന്നെ ആക്കി കൊടുക്കാം. നിങ്ങൾ എന്താ എന്നെ കാണിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കൊക്കെ വലുതായിട്ടാണല്ലോ കാണുന്ന ഈശ്വര. മക്കളെ, കണ്ണാടി കാണിച്ചു കൊടുക്കേ. എന്റെ ഈശ്വര, ഞാനാണോ ഇത്? കാണാൻ എലി പോലെ തന്നെ ഉണ്ടല്ലോ. എന്നെ എന്തിനാ ഇങ്ങനെ ആക്കിയത്? എന്താ, ഞാൻ ചന്ദ്രമുഖിയല്ല. ഞാൻ ആരാന്നറിയോ? ഭൂതം ഭൂതം ബോസ്. ഇവർ രണ്ടുപേരും ആരാണെന്ന് അറിയാമോ? എന്റെ അസിസ്റ്റന്റ്. ഞാൻ പക്കേല. ഞാനാണ് ടക്കേല. നീ എങ്ങനെയാണോ കുട്ടികളെ ഭയപ്പെടുത്തി അവരുടെ ഭക്ഷണമൊക്കെ കഴിച്ചത്, അതുപോലെ തന്നെ നിന്നെയും ചെയ്യും. എല്ലാവരെയും ഭയപ്പെടുത്തുന്നത് നിനക്കൊരു വിനോദമാണല്ലേ? ഇപ്പൊ നോക്കിക്കോ, ഭയം എന്താണെന്ന് നിനക്കറിയാം. ചിണ്ടു, അങ്കിളിന്റെ കൂടെ കളിക്കേ. എന്നെ വിട്ടേക്കൂ. എന്നോട് ക്ഷമിക്കൂ, പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. സത്യമായിട്ട് ഞാനിനി ആരെയും പേടിപ്പിക്കില്ല. എന്നോട് ക്ഷമിക്കൂ, പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. എന്നെ വിശ്വസിക്കൂ. ഇനി മുതൽ നീ കുട്ടികളെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് ഇപ്പോൾ തന്നെ എനിക്ക് പ്രോമിസ് ചെയ്യണം. അവരുടെ ഭക്ഷണം കക്കാനും പാടില്ല. ഇല്ല, ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ സത്യമായിട്ട് പറയുക, സത്യം. എന്നോട് ക്ഷമിക്കൂ പിള്ളേരെ. ഇവിടെ തേളും പാമ്പും പല്ലിയും ഒന്നുമില്ല. ഞാൻ വെറുതെ കളിപ്പിച്ചതാ നിങ്ങളെ. നിങ്ങൾക്ക് ഇവിടെ എവിടെ വേണേലും പോയി കളിക്കാം. അതിന് നിങ്ങൾ ആരെയും പേടിക്കണ്ട മക്കളെ. നമ്മുടെ ജോലി പൂർത്തിയായിരിക്കുന്നു. വരൂ.